അധ്യായം 23. സോരിനെ കുറിച്ചുള്ള പ്രവാചകം. തർശീശ് കപ്പലുകളെ മുറിയിടുകയും ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കിത്തീം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്ര തീരനിവാസികളെ മിണ്ടാതെയിരിപ്പി. സമുദ്ര സഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണയാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സിഹോർ പ്രദേശത്തെ കൃഷിയും നീലനദിയിങ്കിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അത് ജാതികളുടെ ചന്തയായിരുന്നു. സീദോനെ ലജ്ജിച്ചുകൊള്ളുക, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല. ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ പോറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോരിന്റെ വർത്തമാനം മിസ്രയീമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീശിലേക്ക് കടന്നു ചെല്ലുവീൻ, സമുദ്രതീരനിവാസികളെ മുറയിടുവീൻ. പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലാസിത നഗരം ഇതാകുന്നുവോ? സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ, പ്രഭുക്കന്മാരും വ്യാപാരികൾ, ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സൂര്യനെ കുറിച്ച് അത് നിർണയിച്ചതാരും? സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീശ് പുത്രിയെ, ഇനി ബന്ധനമില്ലായികയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുന്നു. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെ കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സിദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കുകയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നു പോകാം, അവിടെയും നിനക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദ്യരുടെ ദേശം, ഈ ജനമില്ലാതെയായി. അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യകുമ്പാരമാക്കി തീർത്തു. തർശീശ് കപ്പലുകളെ മുറയിടുവി, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നുകിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോരിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. മറന്നുകിടന്നിരുന്ന വേശ്യയെ വീണിയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കാം. നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക. 70 സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോരിനെ സന്ദർശിക്കും. അപ്പോൾ അത് തന്റെ ആദായത്തിനായി തിരിഞ്ഞു ഭൂമിയിലെ സകല രാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും. എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചു വയ്ക്കുകയോ ചെയ്യുകയില്ല. അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും.